ഹായ്, നമുക്കിന്നൊരു മാങ്ങ അച്ചാർ റെഡിയാക്കിയാലോ? അതിനായി ഞാൻ ദാ ഇവിടെ ഒരു ചട്ടി കഴുകി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക്, ഉലുവ, ചെറിയ കഷ്ണം കായം എന്നിവ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഇട്ട വീഡിയോ റെക്കോർഡായില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കടുക് പൊട്ടിക്കഴിയുമ്പോഴാണ് കായം ഇട്ട് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എന്ന് പറയുന്നത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് അച്ചാറിൽ വെളുത്തുള്ളി തോനെ കിടക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി അതിനനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പൊടി വർഗ്ഗങ്ങളായിട്ട് ഇവിടെ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ഈ പൊടികളുടെ കൂട്ടത്തിൽ ചേർത്ത് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ കായം വലിയൊരു കഷ്ണം ഞാനിവിടെ ഒരു ചെറിയ ഏറ്റവും വലുതല്ല ഒരു ചെറിയ കഷ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കായം എണ്ണയിലേക്ക് ഇടുമ്പോൾ അതങ്ങ് വലുതായി മൂത്ത് വരുമ്പോൾ കുറച്ച് വലുതായിട്ട് കാണിക്കുന്നുണ്ട്. അത്രയല്ല, ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ കായം ഇതിൽ കിടന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നിൽ ആ കായം എടുത്ത് മാറ്റി മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് അങ്ങ് അതിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കണം. അതല്ല എങ്കിൽ നമ്മൾക്ക് ഈ ശീലമുള്ളവർക്കാണെങ്കിൽ ഈ സ്പൂൺ കൊണ്ട് തന്നെ അതിനെ കുത്തിപ്പൊടിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. സൂക്ഷിക്കണം, എണ്ണയൊന്നും കയ്യിലും മുഖത്തുമൊക്കെ തെറിക്കാതെ സൂക്ഷിച്ച് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ. കായം മൂത്ത് വന്നതിന് ശേഷം നമുക്കത് കുത്തിപ്പിടിച്ച് ചെറുതായിട്ടങ്ങ് പൊടിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. അതിനകത്തിട്ട് തന്നെ അങ്ങ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ പൊടികളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പം ഈ പാത്രം കട്ടിയുള്ള പാത്രമാണെങ്കിലും അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം കരിഞ്ഞു പോവും. ഈ പാത്രത്തിൻ്റെ ചൂടും ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ കിട്ടുന്ന ചൂടും കൊണ്ട് ഈ പൊടി നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഒരു ചൂടിൽ അത് മൂത്തോളും. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ പൊടികൾ മൂക്കാനായിട്ട് അത്രയും ചൂടിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും പുറത്തുനിന്നുള്ള വെള്ളങ്ങളൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ മാങ്ങ തന്നെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരുന്ന വെള്ളം ഞാനൊരു അരിപ്പ പാത്രത്തിൽ മാങ്ങയിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ആ വെള്ളമാണ് ഇനി ഞാൻ വെള്ളമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ മാങ്ങ ഊറ്റിയെടുത്ത ആ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് വിനെഗറാണ്. വിനെഗറൊക്കെ ചേർക്കുന്നത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ചിലർക്ക് വിനെഗറിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ അച്ചാറിൽ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് കുറച്ച് സാധാരണ നോർമലി ചേർക്കുന്നത് പോലെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നോർമലി ചേർക്കുന്ന വിനെഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ചേർക്കേണ്ട കുറച്ച് ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും പിന്നെ നമ്മൾ ഈ അച്ചാറിൻ്റെ ടേസ്റ്റുകളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഉപ്പും പുളിയും എരിയും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി അച്ചാറിലേക്ക് നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ അച്ചാറിൻ്റെ അരപ്പിൽ ഉള്ള ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. മാങ്ങയിൽ ഉപ്പ് കൂടുതലാണെങ്കിൽ ഇതിൽ ഉപ്പ് കുറച്ച് ചേർക്കുക. മാങ്ങയുടെ ഉപ്പിനനുസരിച്ച് വേണം നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആ ഉപ്പെല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരപ്പെടുത്ത് മാറ്റി തണുക്കാനായിട്ട് വെക്കണം. അരപ്പ് നന്നായിട്ട് തണുത്ത് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈ മാങ്ങയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉപ്പ് ചേർത്ത മാങ്ങയിലേക്ക് ഇത് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ വെള്ളം പുറത്തുനിന്ന് ഒന്നും ചേർത്തിട്ടില്ല. മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. തലേ ദിവസം ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. അതിലേക്ക് വെള്ളത്തിൻ്റെ ഒരംശം പോലും പുറത്തുനിന്ന് ചേർത്തിട്ടില്ല.
അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ട എണ്ണ ഏതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ. എളുപ്പം അച്ചാർ ഉപയോഗിച്ച് തീർക്കുമെന്നുള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് കുറച്ച് നാൾ ഇരിക്കണമെന്ന് വെച്ചിരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ലെണ്ണ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി എല്ലാവരും അടുത്ത പ്രാവശ്യം അച്ചാർ ഇടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ചാനലൊന്ന് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാം എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ അച്ചാർ നിങ്ങൾ കുറച്ച് കാലം വെച്ച് ഉപയോഗിക്കും.